ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള സാമ്പാർ പൊടി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെയും ഇരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂടായിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് 5 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വറുക്കാൻ എടുക്കുന്ന പാൻ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ടാവും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് സാവധാനം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ നേരം വെച്ചിട്ടെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലേ ഉള്ളൂ നമുക്ക് ഒട്ടും തന്നെ അത് കുറേ നാൾ ഒരു 6 മാസം വരെയൊക്കെ കേടാവാതെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം, പക്ഷേ കരിഞ്ഞും പോകരുത്. അപ്പോൾ തീക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മല്ലിയൊക്കെ ഇതുപോലെ അങ്ങ് നമ്മൾ കയ്യിലെടുത്താൽ നന്നായിട്ട് പൊട്ടുന്ന ആ ഒരു പരുവത്തിലായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി രണ്ടാമതായിട്ട് ഞാനെന്താ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് കുറച്ചൊരു വലിയ പീസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് റോസ്റ്റായി വരുമ്പോൾ, അതായത് റോസ്റ്റ് ആവേണ്ട, ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലുള്ളൂ നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മൂപ്പ് പാകാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നായിട്ട് വറുത്തെടുത്താലും മതി. ഇനി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി കളറൊക്കെ മാറി ഇതുപോലെ നല്ല പൊട്ടുന്ന പരുവത്തിൽ ആയി വരുമ്പോൾ എടുക്കാം കേട്ടോ. ഇത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് പൊട്ടി വരുമല്ലോ ഉലുവ, ആ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കണം. വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകും രണ്ടും കൂടെയാണ് കൂട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 എരിവുള്ള മുളകും 4 കാശ്മീരി മുളകും അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ മുളക്. അപ്പോൾ ഞാൻ ഇതുപോലെ മുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ ഇതുപോലെ ആയി വന്നാൽ കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 കപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ വറുത്തെടുക്കാൻ. കറിവേപ്പില ഒരു ക്രിസ്പി ആയിട്ടൊന്ന് പൊട്ടുന്ന ആ ഒരു പരുവത്തിലൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റി വെക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കായം ആണ് കേട്ടോ. ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള കട്ടിക്കായം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസാക്കിയത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ ഇട്ടാലേ ഉള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല പൊട്ടുന്ന പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കോരി മാറ്റി വെക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് നമുക്ക് കറക്കിയെടുക്കാം. ഉപ്പ് ഈ ഒരു മസാലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.